പിന്നെ നോക്കിക്കേ ഞാൻ എവിടെയുള്ളതെന്ന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാടിന്റെ മഴയും ആ മണ്ണിന്റെ മണവും ഉമ്മാന്റെ ചോറും അതൊന്നും ഇവിടെ ഇല്ലല്ലോ അല്ലേ. അത് മാത്രമല്ലെന്നേ, മഞ്ഞും മഴയും മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഗോതമ്പുണ്ട ലോകത്ത് ഏത് ജയിലിൽ പോലും കിട്ടത്തില്ല. മാത്രമല്ല ആഴ്ച ഒരു പ്രാവശ്യം മട്ടൻ കൂട്ടി ചോറുണ്ട്. മാത്രമല്ല നിങ്ങൾക്കൊക്കെ പ്രത്യേക പരിഗണന ഉണ്ട്, ബ്ലോഗർമാർക്ക് പ്രത്യേക പരിഗണന ഉണ്ട്. ജീപ്പിന്റെ പുറകെ ഇരുന്ന് എല്ലാ ദിവസവും ലൈവ് ഇടാം. അപ്പം ലൈവ് കാണാം. സുലൻ അങ്ങനെ ഷിംജിത ജയിലിലേക്ക് പോയി. മഞ്ചേരി സബ് ജയിലിലേക്കാണ് ഷിംജിതനെ കൊണ്ടുപോയിട്ടുള്ളത്. ഒരു കാര്യം അറിയണോ, ഇന്ന് അവൾക്ക് ഒരു ഭക്ഷണം കിട്ടൂല. ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരും ഷിംജിത. കാരണം അതിന്റെ രീതി അങ്ങനെയാണ്. ജയിലില് ഒരു 3:30 മണിക്കാണ് വൈകുന്നേരത്തെ ഭക്ഷണം കൊടുക്കുക, ഒരു 3:30-4 മണിക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നവർക്ക് ഭക്ഷണമില്ല. ഇന്നൊരു 5 മണിക്ക് ശേഷമാണ് ഷിംജിതനെ മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു അറസ്റ്റ് ചെയ്തൊക്കെ ഭയങ്കര സംഭവമാണ്. മഫ്തിയിൽ പോലീസ് ഒരു സ്വകാര്യ കാറിൽ പോയി അങ്ങനെ ഇവരെ ബന്ധുകൂട്ടിൽ നിന്ന് പിടിച്ചു. അങ്ങനെ ഇവരെ ശരിക്കും കൊണ്ടുവരേണ്ടിയിരുന്നത് ഈ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്കാണ്. അതിന് പകരം ഇവരെ നേരെ കൊയിലാണ്ടി കൊണ്ടുപോയിട്ട് മെഡിക്കൽ എടുത്തു. പിന്നെ കുന്നമംഗലം കോടതിയിൽ കൊണ്ടുപോയി. അവിടെ നിന്നാണ് ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഭയങ്കര പ്രതിഷേധമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ. ഇവർ കൊലയാളിയാണ്, ഇവർക്ക് ഒരു കാലത്തും ജാമ്യം കൊടുക്കാൻ പാടില്ല. ഈ ഒരു ദീപകിന്റെ വീട്ടുകാരും അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് പച്ച വെള്ളം കുടിച്ച് കിടക്കേണ്ടി വരും. ഇവരെ ജയിലിൽ കൊണ്ടുപോകുമ്പോൾ ഇവരെ വേഷം പർദ്ദ, ജയിലിൽ പർദ്ദട്ട് കിടക്കുക. സാധാരണ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഇങ്ങനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അവർ ഏത് വേഷത്തിലാണോ പോയത് ആ വേഷത്തിൽ അവിടെ ജയിലിൽ കഴിയാം. ഇവരിന്ന് മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. മഞ്ചേരി സബ് ജയിലിൽ വനിതാ തടവുകാരോടൊപ്പം ഇവരാദ്യം കുറെ പേപ്പറിൽ ഒപ്പിടണം. ഇവരുടെ വിരലടയാളങ്ങൾ വേണം. ഇവരെ സൂപ്രണ്ട് വിശദമായിട്ട് ഇവരെ പരിശോധിക്കും. അപ്പൊ ഇന്ന് അവിടുന്ന് പച്ച വെള്ളം മാത്രമേ കിട്ടുള്ളൂ. ഭക്ഷണം കൊടുക്കൂല. ഭക്ഷണം കൊടുക്കൂല എന്നല്ല, ഭക്ഷണത്തിന്റെ സമയം കഴിഞ്ഞു. ഇനി ഇവർ 2-3 ദിവസമായിട്ട് ഇവർ നല്ലപോലെ ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം കേരളം മുഴുവനും ഇവർക്കെതിരെ എന്താ പറയുക പ്രതിഷേധമായിരുന്നു. അതൊക്കെ ഇവർ അറിയുന്നുണ്ടാവുമല്ലോ. പിന്നെ ഇവർക്ക് ഇന്ന് ഉച്ചക്ക് പോലീസ് ചോറ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. പക്ഷെ തിന്നിക്കണോന്ന് എനിക്ക് അറിഞ്ഞൂല. കാരണം തിന്നാൻ ഇറങ്ങാൻ സാധ്യത കുറവാണ്. വൈകുന്നേരം പോലീസ് ചായ ഒന്നും മേടിച്ചു കൊടുക്കൂല. വേണോന്ന് ചോദിക്കും, പക്ഷെ അതിന് പറ്റുന്നൊരു സാഹചര്യം ആയിരിക്കില്ല. അതൊന്നും കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഒന്ന് ജയിലിൽ കിടന്നിട്ട് ഷിംജിതൊക്കെ എന്ത് ചെയ്യുക, പട്ടിണി കിടക്കുക. പച്ച വെള്ളം കിട്ടും. പിന്നെ ബാത്റൂമിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ സെല്ലിനുള്ളിൽ ബാത്റൂം ഉണ്ട്, പക്ഷേ തടവുകാർ സമ്മതിക്കൂല. അതൊക്കെ സീനിയർ തടവുകാർക്ക് മാത്രമേ ജയിലിന്റെ ഉള്ളിലുള്ള സെല്ലിന്റെ ഉള്ളിലെ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം മൂത്രമൊഴിക്കാൻ വേണമെങ്കിൽ പറ്റും. പിന്നെ ഇനി നാളെ രാവിലെ 6:30 മണിക്ക് ഒരു കട്ടൻ ചായയോ പാൽച്ചായ കിട്ടും. അത് കഴിഞ്ഞ് 8:30 മണിക്ക് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും നാളെ ചപ്പാത്തി ആയിരിക്കും. ചപ്പാത്തിയും കടലക്കറിയും. ഇതാണ് ഇനി ജയിലിൽ കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ പിന്നെ ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും. ഉച്ചക്ക് നല്ല ചോറും ഉണ്ടാവും. ഇനി ജയിലിൽ ഇവർക്ക് പർദ്ദയിട്ട് നടക്കാം. അതാണ് ഇവര് നല്ല സമയത്ത് പർദ്ദനെ കുറ്റം പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പോൾ ഇവരിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ ഇതൊന്നുമില്ലല്ലോ, ഫിൽറ്റർ ഇട്ടുള്ള വീഡിയോ ഒന്നല്ലല്ലോ, ശരിക്കുള്ള മുഖല്ലേ കാണുന്നത്. മുഖമൊക്കെ മറച്ചിട്ട് ഈ പർദ്ദയൊക്കെ ഇട്ടാണ് ആ വീഡിയോയിൽ വരുന്നത്. എന്തായാലും ജയിലിൽ നല്ല സ്വീകരണമായിരിക്കും. ഇതുപോലത്തെ തടവുകാർക്ക് ജയിലിലെ തടവുകാരിൽ നിന്ന് നല്ല മേട്ടം കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്തായാലും കാണുമ്പോൾ നമുക്ക് അവരോടൊരു സഹതാപമില്ല. കാരണം അവർ ചെയ്ത അത്ര വലിയ ഒരു ക്രൈമാണ്. പിന്നെ അവരെ ആകെ കണ്ട് വേട്ടയാടുന്നൊരു രീതിയുണ്ട്. അവരെന്തായാലും ഇപ്പൊ അവൻ മരണപ്പെടാൻ വേണ്ടി ചെയ്തതായിരിക്കില്ല, റീച്ചിന് വേണ്ടി ചെയ്തതാണ്. ഇത്തരം റീച്ചോളികൾ, ഇവരെ നമുക്ക് വിളിക്കേണ്ടത് ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല, ഈ റീച്ചോളികൾക്കൊരു പാഠമാണ് ഷിംജിത. ഒരു റീച്ചോളി എങ്ങനെയാകരുത് എന്നുള്ളതിന്റെ. ഇപ്പൊ നല്ല റീച്ചായി, നാട്ടുകാർ മൊത്തം അറിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ വരുന്നത് വാക്കുകളൊക്കെ കള്ളത്തരാൻ തെളിവാണ്. ഇവർ ദുബൈയിലേക്ക് പോയി, ഇവർ കരാമയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ എന്താ സത്യാവസ്ഥ എന്താണ്? ഇവർ നാട്ടിലുണ്ടായിരുന്നേ, ഇവരെങ്ങനെയെങ്കിലുമൊക്കെ അതിനനുസരിച്ചിട്ട് മുൻകൂർ ജാമ്യം ശ്രമിച്ചു നോക്കി. പക്ഷേ കിട്ടൂല എന്ന് ഉറപ്പായി.
ജനങ്ങൾ അത്ര പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇനി എന്തായാലും ഒരു 14 ദിവസം കഴിഞ്ഞ് ഇവർ ജാമ്യാപേക്ഷന് കൊടുത്ത് കിട്ടണില്ലെങ്കിൽ അവിടെ നിന്ന് തൽക്കാലം എന്ത് ചെയ്യാം, ഭക്ഷണമൊക്കെ കഴിച്ചു കൂടുക, തടിയൊക്കെ ഒന്ന് കുറഞ്ഞോളും. ഇവരെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ശനിയാഴ്ച മട്ടൻ കിട്ടും, ബുധനാഴ്ച ആകുമ്പോൾ ചിക്കനും കിട്ടും, മീനും കിട്ടും, നല്ല സുഭിക്ഷമായിട്ട് കഴിഞ്ഞോളൂ. ഇതൊക്കെയാണ് ജയിലിൽ അവരെ കാത്തിരിക്കുന്നത്. അവളെ പുറത്ത് വിടരുത്, അവൾക്ക് നീതി കിട്ടരുത്, അവളെ ജീവപര്യന്തം തടവിലിടണം, അവളെ പുറത്തേക്ക് വിടുകയും ചെയ്യരുത്. അവൾ പിടിച്ചിട്ട് ഞങ്ങളെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരിച്ച് ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അവളോട് പറയാനുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നിലേക്ക് അവളെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് ഏതായാലും പോയത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല ഞങ്ങൾക്കറിയാം. പക്ഷെ അവളും കൂടെ ഒന്ന് വേദന അനുഭവിക്കേണ്ടിയിരുന്നു, അത് വേണ്ടിയിരുന്നു. അതിനുള്ള വഴി നിങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ പറ്റിയെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു. അവൾക്ക് എന്തായാലും ജയിലിൽ പെട്ടാലും ഞങ്ങൾ പുറത്തേക്ക് അവളെ വിടരുത്. കാരണം ഇനിയും പാവം പിടിച്ച പുരുഷന്മാർ ഇനിയും കുട്ടികളും ഇനിയും ഉണ്ടാവും. ഇതേമാതിരത്തെ സ്ത്രീകളെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേമാതിരി അച്ഛനും അമ്മമാരും നീതി കുടുങ്ങിപ്പോവും. അതുകൊണ്ട് അവൾക്ക് ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവരുത്, ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ലോകത്തുണ്ടാവരുത്. നമ്മളും സ്ത്രീകൾ തന്നെയാണ്, പക്ഷെ ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ഉണ്ടാവാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അവളെ കൊണ്ടുവന്ന അത്രയും നന്ദി. ഞങ്ങൾ കണ്ണിന്റെ മുമ്പിൽ ഒന്ന് കാണ്ടിയിരുന്നു, ഞങ്ങൾ മൊബൈലിൽ കണ്ടിട്ടുള്ള ആളെ നേരിട്ട് കണ്ടിട്ടില്ല. അവന്ന് കണ്ടായിരുന്നു, അതിനൊരു ഇതുണ്ടായിരുന്നു. അവൾക്ക് അച്ഛനും അമ്മനെ ഒന്ന് കാണിച്ച് ഞങ്ങളെ കുടുംബത്തിനൊന്ന് കാണണ്ട. അവൾക്ക് എങ്ങനെയാ കുടുംബം എന്ന് അവൾക്ക് അറിയണ്ടേ, അച്ഛനും അമ്മയും ഇത്. അവൾ അങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായിരുന്നു. നിധി കിട്ടുന്നിപ്പോ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിടിച്ചതെന്നല്ല പറയണത്. ഇനിയിപ്പോ അവരെന്താ ഇതാക്കണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അവളെ ജാമ്യത്തിൽ വിട്ടാ പോയില്ലേ, ജാമ്യത്തിൽ അവരെ വിടാൻ പാടില്ല. ഒരു കാരണവശാലും അവളെ ജാമ്യത്തിൽ വിടാൻ പാടില്ല. ജാമ്യത്തിൽ വിട്ടാലാണ് പിന്നെ പിടിച്ചെന്ന് പറഞ്ഞ നാളെ പറയാ അവളെ ജാമ്യത്തിൽ വിട്ടു തന്നെ പോയില്ലേ, പിന്നെ അതിലെ വകുപ്പും മറ്റേതൊക്കെ പോയി. ഈ ഇതിൽ തന്നെ ഓള് കഠിന ശിക്ഷ കൊടുത്തിട്ട് ഓളെ ലോകപ്പിലാക്കണം. അവളെ ഒരിക്കലും ജയിലിൽ നിന്ന് വിടാൻ പാടില്ല. ഞങ്ങളുടെ വക്കീലിനെ അവിടെ ഏർപ്പാട് ചെയ്തിരിക്കണേ. ഞങ്ങളിപ്പം കെ പി രാജാപുരം വക്കീലിനെ വക്കാലത്ത് ഇന്നലെ കൊടുത്ത് സാറിന്ന് അറ്റൻഡ് അവിടെ കോടതിയിൽ ഇതാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ കമ്പനി വക്കീലിനാണ്ട് വിട്ടുകൊടുത്ത്, വക്കീലിൻ്റെ കാര്യങ്ങൾ വക്കീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിട്ടുകൊടുത്ത വക്കീൽ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് മൂപ്പര ഞങ്ങൾ എല്ലാവരും ആക്കി കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് അറിയണ ഒരു വക്കീലാണ്, സുപ്രീം കോടതി വക്കീലാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തത്. ഓക്കെ.